ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുള്ള ബി.ജെ.പിയുടെ മെഗാ അദാലത്തുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇടതു വലത് മുന്നണികൾ, ജനപ്രതിനിധികൾ പരിഹാരം കാണാത്ത പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേരളത്തിൽ നിന്നുള്ള മറ്റ് കേന്ദ്രമന്ത്രിമാരുമൊക്കെ നേരിട്ടെത്തിയപ്പോൾ നിവേദനങ്ങളുമായി ആയിരങ്ങളാണ് അവരുടെ സമീപത്തേക്ക് എത്തുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ഇടത് വലത് മുന്നണികളെ തുറന്നു കാണിക്കുന്നതായിരുന്നു ഈ മെഗാ അദാലത്തുകൾ എന്നുള്ളതാണ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, നമ്മുടെ ജനകീയ പ്രശ്നങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ബി.ജെ.പിയുടെ മെഗാ അദാലത്തുകൾ സംഘടിപ്പിച്ചത്. അതിലേക്ക് ആയിരങ്ങളാണ് നിവേദനങ്ങളുമായി ഒഴുകിയെത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ ജനപ്രതിനിധികൾ, ഇടതിൻ്റെയും വലതിൻ്റെയും ജനപ്രതിനിധികളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ബി.ജെ.പിക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും, തങ്ങളുടെ ഇത്തരത്തിലുള്ള വിഷമതകൾ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതൊക്കെ ബി.ജെ.പിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആ ജനങ്ങളുടെ ആകാംക്ഷ അതൊക്കെ കാണിക്കുന്നത് തന്നെ ബി.ജെ.പി നൽകുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഈ അദാലത്തുകൾ എത്രത്തോളം സ്വീകാര്യമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയല്ലേ മിഥുൻ? തീർച്ചയായിട്ടും ബി.ജെ.പി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് മതിയായി ഈ MLA എന്നുള്ളതാണ്. മാത്രമല്ല, എപ്പോഴും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആകട്ടെ അതുപോലെ തന്നെ മറ്റ് നേതാക്കളാകട്ടെ ഇത്തവണ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വികസനോന്മുഖ രാഷ്ട്രീയമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് ടാഗ് ലൈനുകളെയും അന്വർത്ഥമാക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികതയിലേക്ക് കൊണ്ടുവരുന്ന ഒന്നായിരുന്നു ഈ അദാലത്തുകൾ എന്ന് പറയുന്നത്, മെഗാ അദാലത്തുകൾ എന്ന് പറയുന്നത്. ധർമ്മടത്തും അതുപോലെ തന്നെ പറവൂരും കഴിഞ്ഞ ദിവസം നടന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മണ്ഡലമായിട്ടുള്ള പറവൂരിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 5000-ഓളം ആളുകൾ പങ്കെടുത്തു എന്നാണ് അതിനുശേഷം നടന്ന ഒരു NDA മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന വേളയിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. അതായത് 5000-ഓളം ആളുകൾ പറവൂർ പോലുള്ള മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ അദാലത്തിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങളുമായി എത്തിയെന്ന് പറയുമ്പോൾ തന്നെ ആ മണ്ഡലത്തിൽ എത്രത്തോളം വിരുദ്ധമായിട്ടുള്ള അവിടുത്തെ MLAക്ക് വിരുദ്ധമായിട്ടുള്ള വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും ജനകീയ പ്രശ്നങ്ങളിൽ ആ MLA എത്രത്തോളം മോശമായിട്ടാണ് ഇടപെട്ടിരുന്നത് എന്നുള്ളതുമാണ് സംസ്ഥാനത്ത് ഭരണത്തിൽ പോലുമില്ലാത്ത ആ പറവൂർ പ്രദേശത്ത് ഭരണത്തിൽ പോലുമില്ലാത്ത NDAയുടെ ബി.ജെ.പിയുടെ ഇത്തരത്തിലുള്ള അദാലത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതിൻ്റെ ഉദാഹരണമായി കാണാൻ കഴിയുന്നത്. അവിടെ ബി.ജെ.പി കൃത്യമായി ഇടതിനും വലതിനും ഒരു ബദൽ തങ്ങളാണ് എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുകയും അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവയ്ക്ക് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാരടക്കം ഇടപെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ അടക്കം സാന്നിധ്യത്തിലുള്ള അദാലത്തുകൾ കേന്ദ്രമന്ത്രിയെല്ലാം നേരിട്ട് ഈ വിഷയങ്ങൾ കേൾക്കുന്നു എന്നിടത്തേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിലുള്ള വൻ വിജയമായിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ പറവൂരിലടക്കമുണ്ടായ കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഒരു വികസന മുരടിപ്പ് ഓരോ മണ്ഡലത്തിൽ വർഷങ്ങളായി പോലും മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില സോഷ്യൽ മീഡിയയിലടക്കം പുറത്തു വന്ന രാജീവ് ചന്ദ്രശേഖരനോട് തങ്ങളുടെ സങ്കടം പറയുന്ന സ്ത്രീകളുടെ അടക്കം ദൃശ്യങ്ങൾ ഉണ്ട്. അതെല്ലാം തങ്ങളുടെ ചികിത്സാ സഹായം, ബന്ധുക്കളുടെ ചികിത്സാ സഹായം അതടക്കമുള്ള ഓരോ വ്യക്തിയും നേരിട്ട് അനുഭവപ്പെടുന്ന വ്യക്തിപരമായി നേരിട്ട് അനുഭവിക്കുന്ന വിഷമതകളെക്കുറിച്ച് പറയുകയാണ്. അതായത് നിരവധി സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ MLAയുടെ അടക്കമുള്ള പ്രത്യേക അധികാരങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രത്യേക അധികാരങ്ങളുണ്ടായിരുന്നു. ഇവയെല്ലാം ഉണ്ടായിട്ടും പരിഹരിക്കപ്പെടാതെ ഒരു വ്യക്തിയുടെ ചികിത്സാ സഹായമടക്കമുള്ള വിഷയങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള മെഗാ അദാലത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഈ ബി.ജെ.പിയുടെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന മെഗാ അദാലത്തുകളുടെയും വിജയം എന്ന് പറയുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ കേന്ദ്ര മന്ത്രിമാരടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ അവ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിനെ പരിഹാരം കാണപ്പെടുകയും ചെയ്യുമ്പോൾ അത് വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ ബി.ജെ.പി പറയുന്ന മതിയായി MLA എന്നുള്ളതും അതുപോലെ തന്നെ വികസനോന്മുഖ രാഷ്ട്രീയമെന്നും സർവ്വജനങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസനം എന്നുള്ള ടാഗ് ലൈനോട് നീതി പുലർത്തുന്നതാണ് ബി.ജെ.പിയുടെയും NDAയുടെയും പ്രവർത്തനമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഈ മെഗാ അദാലത്തുകൾ വഴിയൊരുക്കി എന്നുള്ളത്
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൻ വിജയമായിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ അദാലത്തുകൾ ചർച്ചയാക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാനത്ത് ആകെ പരിശോധിച്ചാൽ മിക്ക മണ്ഡലങ്ങളിലും എന്നല്ല എല്ലാ മണ്ഡലങ്ങളും എന്ന് തന്നെയാണ് പറയേണ്ടത്. എല്ലാ മണ്ഡലങ്ങളിലെയും വികസന മുരടിപ്പിനെതിരെ വൻ പ്രതിഷേധം ഉയരുന്നു. അതിശക്തമായ മാർച്ചുമായി BJP മുന്നോട്ട് പോകുന്നു. NDA മാർച്ച് നടത്തുന്നു. ഇതിനിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെയൊക്കെ സഹോദരനടക്കം അദാലത്തിൽ വന്ന BJPയോട് പരാതി പറയേണ്ടി വരുന്ന അവസ്ഥ, അതാണ് ശരിക്കും ഇടത് വലത് മുന്നണികളുടെ ഈ ഭരണ ദൂഷ്യം ചൂണ്ടിക്കാട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇത് ഒരിടത്തെ മാത്രം സ്ഥിതിയല്ല, എല്ലാ മണ്ഡലങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. അതിനാണ് ഒരു മാറ്റം വരേണ്ടത്. ആ ഒരു പ്രതീക്ഷയാണ് BJPയിൽ ജനങ്ങൾ അർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം 10 വർഷം അധികാരത്തിലിരുന്ന CPMന് ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനോ LDFന് ഒരിക്കലും സാധിക്കില്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങളെ അവയെ ആ പ്രശ്നങ്ങൾ റേസ് ആവുന്നിടത്ത് തന്നെ അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിന് മറ്റു വഴികളിലൂടെ പരിഹാരം കണ്ടുകൊണ്ടല്ല മറ്റു വഴികളിലൂടെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് CPM കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ LDFിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. നമുക്ക് അടുത്തിടെ ഉയർന്ന വലിയ സമരങ്ങളെ തന്നെ പരിശോധിച്ചാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കും. മറ്റു രീതികളിലൂടെ ആ സമരത്തിൻ്റെ നേതാക്കളെ കൈപ്പിടിയിൽ ഒതുക്കുന്ന തരത്തിലേക്ക് അവരുടെ ഇടപെടലുകൾ നീങ്ങിയിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് ആകട്ടെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ അവർ അമ്പേ പരാജയമായിരുന്നു എന്നുള്ളിടത്താണ് ഓരോ MLAയുടെയും പോരായ്മകളെക്കുറിച്ച് എടുത്തു കാണിക്കാൻ BJPയുടെ ഈ ശ്രമം ഗുണകരമാകുന്നത്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കപ്പെടുകയും ഒരു മെഗാ അദാലത്തുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് BJPയുടെ മെഗാ അദാലത്ത്. ആ BJPയുടെ മെഗാ അദാലത്തിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരുപാട് പേരാണ്, ഒരുപാട് സാധാരണക്കാരാണല്ലേ. കേന്ദ്രമന്ത്രിമാരുടെ അടുക്കലായാലും BJP സംസ്ഥാന അധ്യക്ഷന്റെ അടുത്തേക്കായാലും അവർ എത്തുകയാണ്, അവരുടെ പരാതികൾ അറിയിക്കുകയാണ്. കൃത്യമായ ഒരു ഇടപെടൽ അവർ BJPയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ഇതിനോടകം തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് കാരണവും.